Welcome back to another video. Today we are going to discuss about the 4 pillars of communication. So first of all, communication is a process by which information is exchanged between individuals through a common system of symbols, signs or behavior. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇൻഫർമേഷൻസ് ആൾക്കാരുടെ ഇടയിൽ, ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. യൂസിങ് ത്രൂ സിമ്പിൾ, സയൻസ്, ബിഹേവിയർ, എങ്ങനെ ആവട്ടെ, ലാംഗ്വേജ് കൂടെ ആവട്ടെ, സയൻസിലൂടെ ആവട്ടെ, ബിഹേവിയറിലൂടെ ആവട്ടെ, ഒരു ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ അത് കമ്മ്യൂണിക്കേഷനായി. കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വന്തത്തോട് സംസാരിക്കുന്നത്, അതേപോലെ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളൊരു ലാർജ് ഓഡിയൻസിനോട് സംസാരിക്കുന്നത്, അങ്ങനെ വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 types of communication. First one is intrapersonal communication. Communicate with oneself. നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്നർ കോൺവെർസേഷൻ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നവോമി ഒസാക്ക അവരെ പെർഫോമൻസിന് മുമ്പ് അവരോട് തന്നെ ഐ ആം സ്ട്രോങ്, ഐ ആം പ്രിപ്പേർഡ് അങ്ങനെ പറഞ്ഞിട്ടൊരു ലൈൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫേമസ് കോട്ട് എന്ന് പറയുന്നത്. അത് സെൽഫ് ഡിറക്റ്റഡ് കമ്മ്യൂണിക്കേഷനാണ്. കാലിബ്രേറ്റ്സ് ഹർ മൈൻഡ് സെറ്റ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസിങ് ഹർ പെർഫോമൻസ്. അവളെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കുന്നതാണ്. സോ ഇറ്റ്സ് എ യുണീക്ക് ആൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ. ഇതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കുറച്ച് ഫോംസ് പറഞ്ഞുതരാം. സെൽഫ് ടോക്ക്, അതേപോലെ വിഷ്വലൈസേഷൻ, ഡയറി റൈറ്റിംഗ്, മെഡിറ്റേഷൻ, പ്രെയർ. അപ്പോൾ വിഷ്വലൈസേഷനിലൂടെ നമ്മൾ ഭാവിയിലുള്ള പെർഫോമൻസ് ഇങ്ങനെ മെൻ്റലി റിഹേഴ്സ് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കുമെന്ന് പറയുന്നത്. അതേപോലെ സെൽഫ് ടോക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. ഡയറി റൈറ്റിംഗ് തോട്ട്സൊക്കെ പേപ്പറിലോട്ട് റൈറ്റ് ചെയ്യുന്നത്, ആ ഡയലോഗ്സ് എല്ലാം വെച്ചിട്ട്. പിന്നെ അതേപോലെ മെഡിറ്റേഷനും പ്രെയറും ഇതെല്ലാം ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. Coming to the second one, interpersonal communication. It refers to the exchange of information, meanings and feelings between two people through verbal and non-verbal messages. It often includes face-to-face exchange of information in a form of voice, facial expressions, body language and gestures. ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വെദർ ഇറ്റ്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, വോയിസിലോട്ടെ ആയിക്കോട്ടെ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, ജെസ്റ്റർ, എങ്ങനെ ആയിക്കോട്ടെ, രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ. And then group communication. It refers to the exchange of information, ideas and perspectives among 3 or more individuals who share a common purpose or goal. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഓഫീസിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പേർപ്പസ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവിടെ ഇരുന്നിട്ട് അവരുടേതായ ഐഡിയാസൊക്കെ, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഇതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ടീം പ്രോജക്ട്സ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, സപ്പോർട്ട് സർക്കിൾസ് ആൻഡ് ഗവൺമെൻറ് ബോഡീസ്. ഗവൺമെൻറ് ബോഡീസൊക്കെ എന്താ, കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫൈനലൈസേഷൻ അങ്ങനെ എത്തുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഷെയർഡ് മീനിങ് ബിറ്റ്വീൻ ദ മാസ് മീഡിയ ആൻഡ് ദെയർ ഓഡിയൻസസ്. ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നമ്മളെ വേൾഡ് കപ്പ്, ഇപ്പോൾ 2026 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുന്നത് ഓൾ ഓവർ ദി വേൾഡ്, എല്ലാ ആൾക്കാരും വാച്ച് ചെയ്യുന്നുണ്ട്. ഒരിടത്തിരുന്നിട്ട് ഒരാളിത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു ഓൾ ഓവർ ദ വേൾഡ്. ഒരു ബിഗ് ഓഡിയൻസ്, ക്രൗഡ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാവുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ ടി വിയിലുള്ള ഇങ്ങനെ ഫുട്ബോൾ മാച്ചസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇനി അത് ഇപ്പോൾ ഒരു ന്യൂസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരിടത്തൊരു വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസ് ചാനൽസ് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ എക്സാമ്പിൾ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വിത്തിൻ വൺ സെൽഫാണ്. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ് ആണ്. ഗ്രൂപ്പ് ആകുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മോർ ദാൻ 2 പീപ്പിൾസ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴത്തേക്കും ഒരു ലാർജ് ഓഡിയൻസ്, അങ്ങനെയാണ് വരുന്നത്. That's all about type of communication. Hope you understand. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്